മുഹമ്മദ് നബിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് പറവൂർ മേഖലയിലെ 52 മഹൽ ജമാഅത്ത് പള്ളികളുടെ സംയുക്താഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന മീലാദ് കോൺഫറൻസ് സെപ്റ്റംബർ 29-ന് കേരള പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പൊതുസമ്മേളനത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. സെപ്റ്റംബർ 29-ന് ഞായറാഴ്ച വൈകിട്ട് 4 മണി മുതലാണ് പറവൂർ ടൗൺ ഹാളിൽ വെച്ച് വിപുലമായ പരിപാടികളോടെ മീലാദ് കോൺഫറൻസ് സംഘടിപ്പിക്കുന്നത്. മുഹമ്മദ് നബിയുടെ 1499 ജന്മദിനത്തോടനുബന്ധിച്ച് പറവൂർ മേഖലയിലെ 52 മഹൽ ജമാഅത്ത് പള്ളികളുടെ സംയുക്താഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന മീലാദ് കോൺഫറൻസിന്റെ പൊതുസമ്മേളനം കേരള പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് വി.ഡി. സതീശൻ ഉദ്ഘാടനം ചെയ്യും. കേരള സംസ്ഥാന വഖഫ് ബോർഡ് ചെയർമാൻ അഡ്വക്കേറ്റ് എം.കെ. സക്കീർ വിശിഷ്ടാതിഥിയാകും. ചടങ്ങിൽ മുൻ മന്ത്രി എസ്. ശർമ്മ, മുൻ എം.എൽ.എ. ടി.എ. അഹമ്മദ് കബീർ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിക്കും. വിവിധ വിഷയങ്ങളിൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഇസ്മായിൽ ഫൈസി വണ്ണപ്പുറം, ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമ മുഹമ്മദ് തൗഫീഖ് മൗലവി അൽ ബാഖവി, കേരള സംസ്ഥാന ജമിയത്തുൽ ഉലമ ബഷീർ വഹബി അടിമാലി, സമസ്ത കേരള ജമിയത്തുൽ ഉലമ മുഹമ്മദ് കുഞ്ഞ് സക്കാഫി കൊല്ലം എന്നിവർ പ്രമേയ പ്രഭാഷണങ്ങൾ അവതരിപ്പിക്കും. തുടർന്ന് അന്നദാനവും നടത്തുമെന്നും പള്ളി ഭാരവാഹികൾ അറിയിച്ചു. സ്റ്റിയറിംഗ് കമ്മിറ്റി ചെയർമാൻ ഇസ്മായിൽ ഹസനി, സ്റ്റിയറിംഗ് കമ്മിറ്റി കൺവീനർ ഡോക്ടർ ഹാഫിൽ ജുനൈദ് അസ്ഹരി, കർമ്മസമിതി ചെയർമാൻ സയ്യിദ് PSF തങ്ങൾ, വർക്കിംഗ് ചെയർമാൻ അബ്ദുൾ ലത്തീഫ് അഹ്സനി, സ്റ്റിയറിംഗ് കമ്മിറ്റി കോർഡിനേറ്റർ മുഹമ്മദ് അമീൻ ബാഖവി, ജനറൽ കൺവീനർ അബ്ദുൾ സലാം എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. 52ഓളം മസ്ജിദുകൾ സംയുക്തമായി നടത്തുന്ന മീലാദ് കോൺഫറൻസ് 29-ാം തീയതി ഞായറാഴ്ച 4 മണി മുതൽ പറവൂർ ടൗൺ ഹാളിൽ വെച്ച് നടക്കുകയാണ്. പ്രവാചക സന്ദേശങ്ങളുടെ ശരിയായ രൂപം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം ഇതിൻ്റെ പിറകിലുണ്ട്. ഈ 52 പള്ളികൾ എന്ന് പറയുന്നത് വ്യത്യസ്തങ്ങളായ സംഘടനകളെല്ലാം നേതൃത്വം കൊടുക്കുന്ന പള്ളികളാണ്. ആ സംഘടനയിൽപ്പെട്ട എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് നമ്മൾ പറവൂർ മേഖല സംയുക്ത മഹൽ ജമാഅത്ത് കമ്മിറ്റി രൂപീകരിച്ചിരിക്കുന്നത്. അതിൻ്റെ 2ാം വട്ട പ്രാവശ്യമാണ് ഈ 29-ാം തീയതി നടക്കുന്ന മീലാദ് കോൺഫറൻസ്. വ്യത്യസ്ത മതവിഭാഗങ്ങളിൽ സൗഹൃദ അന്തരീക്ഷം നിലനിർത്തുക, നീതിയുടെയും നന്മയുടെയും അനുകമ്പയുടെയും പക്ഷത്തു നിന്ന് ഒത്തൊരുമയോടെ ജീവിക്കാൻ ജനങ്ങളെ പ്രാപ്തരാക്കുക, കാലാനുസൃതമായി മഹല്ല് നവീകരണ പദ്ധതികൾ ആവിഷ്കരിച്ച് മഹല്ലുകളിലെ കമ്മിറ്റികൾക്ക് പ്രത്യേക പരിശീലനം നടത്തി നടപ്പിലാക്കുക, അതിലൂടെ വിദ്യാഭ്യാസ രംഗത്തും തൊഴിൽ രംഗത്തും സാമ്പത്തിക രംഗത്തും വ്യക്തമായ ദിശാബോധം നൽകുക തുടങ്ങിയ കാര്യങ്ങൾ ഈ കൂട്ടായ്മ ലക്ഷ്യം വെക്കുന്ന മറ്റ് കാര്യങ്ങളാണ്. ന്യൂസ് ബ്യൂറോ, പറവൂർ. 5 പവനിൽ തുടങ്ങുന്ന വിവാഹ സെറ്റുകൾ. ഏത് ജ്വല്ലറിയിൽ നിന്ന് വാങ്ങിയ പഴയ സ്വർണ്ണാഭരണവും HUID മുദ്രയുള്ള 916 സ്വർണ്ണാഭരണങ്ങളായി ഹോൾസെയിൽ വിലയിൽ മാറ്റി വാങ്ങുവാൻ അവസരം. സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ ആകർഷകമായ സ്വർണ്ണ സമ്പാദ്യ പദ്ധതികൾ. അലീന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.